ടുഡേ സ്പെഷ്യൽ ഇന്ന് കക്കിരി ജ്യൂസ്. ഇതുവരെ നമ്മൾ അടിച്ചിട്ടില്ല, എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പം അടിച്ചു നോക്കട്ടെ. അപ്പം കക്കിരിയെല്ലാം ഞാൻ തോലെല്ലാം ചെത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിൽ ചെറുതായി അരിഞ്ഞിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. അത് രണ്ടും കൂടി കുറച്ചിടുക, ഒരു സ്മെല്ലുണ്ടാവുമല്ലോ. പിന്നെ ഐസിൻ്റെ കട്ട അതും ഇട്ട്, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പം ഞാനിതാ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങേൻ്റെ പകുതി അതും കൂടി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. ഇതൊന്ന് നല്ലോണം തണുത്തിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പം ഞാനിങ്ങനെ അങ്ങനെ ഇതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ നേരത്തെ ഉണ്ടാക്കിയ കക്കിരിക്ക ജ്യൂസ് കുടിച്ചു നോക്കട്ടെ. ഫ്രിഡ്ജിലെല്ലാം വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ട്, പക്ഷേങ്കിൽ എരിവ് കൂടിപ്പോയി. അപ്പോൾ എരിവെല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല അടിപൊളി ഡ്രിങ്കാണ്. എരിവ് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല.